അണ്ണനാണോ വില്ലൻ? ഒന്ന് തിരിഞ്ഞു നിൽക്കാവോ? റിക്യൂണിന്റെ കമന്റ് ബോക്സ് മുഴുവൻ കീഴടക്കി മലയാളികൾ. എമ്പുരാൻ ഇറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ തീർത്തും അക്ഷമയിലാണ് മലയാളി ആരാധകർ. അതിന് കൂടുതൽ തീ പകർന്നുകൊണ്ട് എമ്പുരാൻ ടീം ഇറക്കിവിട്ട ഒരു പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുകയാണ്. ഡ്രാഗൺ ടാറ്റു പതിഞ്ഞ ആ മനുഷ്യൻ ആരെന്ന് കണ്ടെത്താനുള്ള ആരാധകരുടെ ഓട്ടം ചെന്നെത്തിയിരിക്കുന്നതാകട്ടെ ഒരു ഹോളിവുഡ് നടനിലാണ്, സാക്ഷാൽ റിക് യൂണിൻ. ഇതിന്റെ ചുവട് പിടിച്ച് റിക് യൂണിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് മലയാളി ആരാധകർ. നടൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ പങ്കുവച്ച ചിത്രത്തിന് താഴെ നിറയെ മലയാളി ആരാധകരുടെ കമന്റുകളാണ്. എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യമാണ്: എമ്പുരാനിൽ റിക് യൂൺ വില്ലനാകുമോ? ഒരു പുറം തിരിഞ്ഞിട്ടുള്ള പിക്കിടൂ. ഒരു കാര്യം നോക്കാനായിരുന്നു. കൊച്ചു കള്ളൻ നമ്മൾ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ? ആശാനെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അണ്ണനാണോ എമ്പുരാന്റെ വില്ലൻ? എന്നിങ്ങനെ പോകുന്നു മലയാള തനിമയുള്ള ആ കമന്റുകൾ. ഈ അടുത്ത് റിക് യൂണിന്റെ കാസ്റ്റിംഗ് ഏജൻസി നടൻ ഇന്ത്യൻ സിനിമയുടെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടൻ എമ്പുരാനിലെ ചുവന്ന ഡ്രാഗണിന്റെ ചിത്രമുള്ള ഷർട്ട് ധരിച്ച് വില്ലനായിരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. കൊറിയൻ പശ്ചാത്തലത്തിലുള്ള ഹോളിവുഡ് നടനാണ് റിക് യൂൺ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ഡൈ അനദർ ഡേ തുടങ്ങിയ സിനിമകളിൽ റിക് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ലഭിക്കണമെങ്കിൽ ആരാധകർ മണിക്കൂറുകൾ കൂടി മാത്രം ഇനി കാത്തിരുന്നാൽ മതി. കളക്ഷൻ റെക്കോർഡുകൾ എമ്പുരാൻ തകർക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. മുൻകൂട്ടിയുള്ള ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം കോടിക്കണക്കിന് രൂപ കളക്ഷനാണ് സിനിമ നേടിയത്. ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിച്ച ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായിട്ടാണ് എത്തുന്നത്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനും രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയുമാണ്.